അന്നെ എന്തോ നമ്മൾ ഇതുവരെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇട്ടില്ല. ലോങ് വീഡിയോയാ? ആ അപ്പൊ നമുക്കൊരു ഇനി വരാൻ പോണ സ്റ്റുഡൻസിന് ഒരു ഇൻഫർമേഷൻ കൊടുത്ത് ഒരു വീഡിയോ ഇട്ടാലോ? ഓക്കെ, ഇടാം. യെസ്, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. ഹലോ ഗൈസ്. ഹായ് ഗൈസ്. ഞങ്ങൾ ജനുവരി 2025 അയർലൻഡിൽ സ്റ്റുഡൻസ് ആയിട്ട് വന്നതാണ്. ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ മാസ്റ്റേഴ്സ് പഠിക്കാൻ വന്നവരുണ്ട്, ഒരാൾ ബാച്ചിലേഴ്സ് ഡിഗ്രി പഠിക്കാനായിട്ട് വന്നാണ്. ഞങ്ങൾ മെയിനായിട്ടും പെരുമ്പാവൂരിൽ നിന്നാണ് വന്നെ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ് ഇമ്മാനുവൽ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് 1ാം മൈൽ, അവിടെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ്. ഐൽസ് PT പഠിച്ച് അങ്ങനെ കമ്പനി ആയിട്ട് ഞങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് വന്നതാണ്. ഞങ്ങളെല്ലാവരും അയർലൻഡായിരുന്നു നോക്കണേ. അപ്പൊ ഞങ്ങൾക്ക് വിസയൊക്കെ ഏകദേശം വെച്ചതും വന്നതൊക്കെ ഏകദേശം ഒരേ ടൈമിലായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും സെയിം ഫ്ലൈറ്റിന് ഇവിടെ വരാൻ പറ്റി. അതെ. DBS പഠിക്കുന്നവരുണ്ട്, ഗ്രിഫിത്തിൽ പഠിക്കുന്നവരുണ്ട്, NCA പഠിക്കുന്നവരുണ്ട്. ഒരാള് ഓൾറെഡി സെപ്റ്റംബർ ഇൻടേക്കിൽ ഇവിടെ ഉണ്ടായിരുന്നാണ്. ബാക്കി ഞങ്ങൾ 5 പേര് ജാനുവരി ഇൻടേക്കിൽ വന്നാണ്. അപ്പൊ നമ്മള് ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഞങ്ങള് സ്റ്റുഡൻസിന്, ഇനി വരാൻ പോണ സ്റ്റുഡൻസിന് കുറച്ച് ഇൻഫോർമേഷൻ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾക്ക് ഇവിടെ എത്തിയപ്പോൾ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ഇവിടെ എത്തി കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്, ഏതാ ചെയ്യേണ്ടതെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് എല്ലാത്തിനും ഒരു ക്ലാരിറ്റി കിട്ടിയോണ്ട് ഇനി വരാൻ പോണ സ്റ്റുഡൻസിന് അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ കുറേ ഫ്രണ്ട്സും ഫാമിലി കസിൻസൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ യൂട്യൂബിൽ കുറേ വീഡിയോസ് ഒക്കെ നോക്കിയായിരുന്നു. പക്ഷേ അപ്പോൾ എനിക്ക് വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല. ഇൻഫർമേഷൻ വീഡിയോസ് കുറവായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ കുറേ റീസെർച്ച് ചെയ്തപ്പോൾ ഒന്നും കണ്ടിട്ടില്ല. ഞങ്ങൾ 4 പേര് ഗ്രിഫിത്ത് കോളേജിലാണ് പഠിക്കണേ, ഡബ്ലിനിലെ ഗ്രിഫിത്ത് കോളേജിലാണ് പഠിക്കണേ. 2 പേര് MSc ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ കോഴ്സാണ്. ഒരാൾ ഫാർമസ്യൂട്ടിക്കൽ ഉണ്ട്, പിന്നെ ഒരാൾ MSc ഇൻ പ്രൊക്യൂർമെന്റ് ആൻഡ് സപ്ലൈ ചെയിൻ. അങ്ങനെ ഞങ്ങൾ 4 പേര് ഗ്രിഫിത്തില് പല പല കോഴ്സില് പഠിക്കണം മാസ്റ്റേഴ്സ്. പിന്നെ ഒരാൾ DBS ബാച്ചിലേഴ്സ് ഇൻ കമ്പ്യൂട്ടിങ് ചെയ്യുന്നുണ്ട്. പിന്നെ NCA ഒരാൾ MSc ഇൻ ഫിനാൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ 6 പേരാണ് ഒരു വീട്ടിലുള്ളത്. ഇനി അടുത്തത് ഞങ്ങൾക്ക് പറയാനുള്ളത് അക്കോമഡേഷന്റെ കേസാണ്. അക്കോമഡേഷൻ ഞങ്ങൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഞങ്ങളൊരു വീട് എടുത്തേക്കുക. ഞങ്ങൾ 6 പേര് കൂടിയിട്ട് ഒരു വീട് എടുത്തേക്കാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ വിസയ്ക്ക് വെച്ചതിന് ശേഷം കുറേ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയൊരു മെസ്സേജ് ഫോളോ ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് അക്കോമഡേഷൻ സെറ്റായത്. മെയിനായിട്ടും നിങ്ങളിപ്പോൾ അയർലൻഡിലോട്ട് വരാൻ നിൽക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ്. മല്ലൂസ് ഇൻ അയർലൻഡ്, പിന്നെ ഗ്രിഫിത്ത് കോളേജ്, DBS എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ ഗ്രൂപ്പ് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിലൊക്കെ കുറേ നമുക്ക് അക്കോമഡേഷൻസിന്റെ ഇൻഫർമേഷൻസ് എപ്പോഴും വരുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് വിസ വന്നതിന് ശേഷം മാത്രം നിങ്ങൾ അക്കോമഡേഷൻ നോക്കി തുടങ്ങിയാൽ മതി. അതിന് മുന്നേ ഡെപ്പോസിറ്റ് കൊടുത്തൊന്നും ഇടണത് ഇച്ചിരി റിസ്ക് ആണ്. അതാണ് വിസ വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് നോക്കി തുടങ്ങാം. ഡെപ്പോസിറ്റ് ഒക്കെ കൊടുക്കുന്ന വിസ വന്നതിന് ശേഷം മതി. കാരണം വിസ വന്നിട്ട് അക്കോമഡേഷൻ നോക്കി തുടങ്ങിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് റെന്റിന് കിട്ടിയെന്ന് വരില്ല. അത് മാത്രമല്ല, അതുകൊണ്ടാണ് വിസ കുറച്ചുകൂടെ നേരത്തെ വെക്കണം എന്ന് പറഞ്ഞാൽ. നമുക്ക് വിസ വന്നതിന് ശേഷം ചെയ്യാനായിട്ട് കുറെ കാര്യങ്ങളുണ്ട്. മെയിനായിട്ടും ഇവിടെ അക്കോമഡേഷൻ ഇച്ചിരി ക്രൈസിസ് ഉള്ളതുകൊണ്ട് നമ്മൾ എന്താണെങ്കിലും അക്കോമഡേഷൻ കണ്ടുപിടിച്ചിട്ടേ ഇവിടേക്ക് വരാമുള്ളൂ. ഇവിടെ വന്നിട്ട് അക്കോമഡേഷൻ നോക്കാൻ നിന്നാൽ ഭയങ്കര ടഫാണ്. കാരണം റെന്റും കൂടുതലാണ്. ഇപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ നിൽക്കുന്നിടത്താണെങ്കിലും അത്യാവശ്യം നല്ല റെന്റ് ഉണ്ട്. ഞങ്ങൾക്കിപ്പോൾ ഞങ്ങൾ 6 പേര് വീട് എടുത്തേക്കുന്നതുകൊണ്ട് റെന്റ് ഇല്ല എന്നല്ല, അത്യാവശ്യം ഒരു എമൗണ്ട് വരുന്നുണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഞങ്ങൾക്ക് കുറവാണ്, നല്ല രീതിയിൽ കുറവുണ്ട്. അല്ലാത്ത ഇപ്പോൾ വേറെ വീട്ടിലൊക്കെ നിൽക്കുന്ന പിള്ളേർക്ക് 750-700 ഒക്കെയാണ് മിനിമം ബിൽസ് ഒന്നും കൂടാണ്ട് റെന്റൊക്കെ വരണത്. പിന്നെ എല്ലാ സ്റ്റുഡൻസിനും ഇതേപോലെ ഒരു വീടായിട്ട് കിട്ടണം എന്നില്ല. ഞങ്ങൾക്ക് പിന്നെ ഓൾറെഡി ഞങ്ങൾക്ക് 5 പേർക്ക് പരസ്പരം അറിയായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് വലിയ ഇഷ്യൂസ് ഉണ്ടായില്ല. ഒരാളെയും കൂടെയും കയറ്റിയാൽ മതിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ഇഷ്യൂസ് ഉണ്ടായില്ല. പിന്നെ എപ്പോഴും നമ്മൾ ഒരു അപ്പാർട്ട്മെന്റ് നോക്കുമ്പോൾ നമ്മൾ മലയാളി ഫാമിലിയുടെ കൂടെയൊക്കെ ആയിരിക്കും നിൽക്കണേ. പക്ഷെ അതിനേക്കാളൊക്കെ എപ്പോഴും ബെറ്റർ ഇങ്ങനെ ഒരു വീട് എടുക്കണമായിരിക്കും. പക്ഷെ വീട് കിട്ടണം എന്നില്ല. അപ്പൊ മാക്സിമം നിങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ കയറുമ്പോൾ നമുക്ക് ഒരുപാട് കണക്ഷൻ കിട്ടും, ഒരുപാട് പേരെ അറിയാൻ പറ്റും, ഒരുപാട് പേര് നമുക്ക് പേഴ്സണലി മെസ്സേജ് അയക്കും. അങ്ങനെ ഒരുപാട് കണക്ഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അവരൊക്കെ ആയിട്ടൊന്ന് സിങ്കായി പോയാൽ നമുക്ക് ഇതേപോലെ ഒരു വീട് സെറ്റപ്പ് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ഒരു പ്രൈവസി കിട്ടും. ഒരു അപ്പാർട്ട്മെന്റിൽ നിൽക്കുമ്പോൾ ഭയങ്കര അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒരു ഫാമിലിയുടെ കൂടെ നിൽക്കുമ്പോൾ
കൂടുതൽ ടൈം നമുക്ക് ആ റൂമിൽ തന്നെ സ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. പിന്നെ നമുക്ക് അറിയാത്തവരുടെ കൂടെ നിൽക്കണമെങ്കിൽ നമുക്ക് കിച്ചൺ ഷെയർ ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി അങ്ങനെ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഇവിടെ ഞങ്ങള് എല്ലാവരും അറിയുന്നോണ്ട് തന്നെ ഞങ്ങള് എല്ലാ മന്തിലും സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യാണ് ചെയ്യണേ. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ അറിയാവുന്നവരുടെ കൂടെ അക്കോമഡേഷൻ എടുക്കുന്നത് ബെറ്റർ. അപ്പോ അതാണ് അക്കോമഡേഷന്റെ ഒരു. പിന്നെ അക്കോമഡേഷൻ എടുക്കുമ്പോൾ നിങ്ങളിപ്പോ ഗ്രിഫിത്ത് കോളേജ് ഡബ്ലിൻ ക്യാമ്പസ് ഒക്കെയാണ് സെലക്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് കൗണ്ടി ഏരിയസിലോട്ട് ദൂരമായിട്ട് മാറി പോവാണ്ട് ഗ്രിഫിത്തിന്റെ അടുത്തേക്ക് ഉള്ള അടുത്തിലോട്ട് നോക്കുമ്പോൾ കുറച്ച് റെന്റ് കൂടുതലായിരിക്കും. ഇപ്പൊ ഞങ്ങള് ഗ്രിഫിത്ത് ഡബ്ലിനിലാണ് പഠിക്കണേ. ഞങ്ങളുടെ അക്കോമഡേഷൻ എടുത്തേക്കണേ കാസിൽ നോക്കിലാണ്. ഞങ്ങൾക്കൊരു 150 മിനിറ്റ്സ് ഒക്കെ ട്രാവൽ ഉണ്ട് ഇവിടുന്ന്. നമ്മൾ അതിനനുസരിച്ച് നേരത്തെ ഇറങ്ങിയാൽ കുഴപ്പമില്ല. പക്ഷെ ട്രാവലിംഗ് നോക്കുമ്പോൾ ഇച്ചിരി കൂടുതലാണ്. പക്ഷെ സിറ്റി സെന്ററിലോട്ട് റെന്റ് എടുക്കാൻ നോക്കുമ്പോൾ നല്ല രീതിയിൽ റെന്റ് കൂടുതലും ഉണ്ട്. അപ്പോൾ പിന്നെ പാർട്ട് ടൈമിന്റെ ഇഷ്യൂസും ചില സമയത്ത് വരാറുണ്ട്. കാരണം നമ്മൾ കുറച്ച് ഉള്ളേരിയയിലോട്ട് പോയിട്ടാണ് അക്കോമഡേഷൻ എടുക്കണമെങ്കിൽ അവിടെ ഷോപ്സ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് പാർട്ട് ടൈം അവൈലബിലിറ്റി ഒക്കെ കുറവായിരിക്കും. കാസിൽ നോക്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ബ്ലാഞ്ചസ് ടൗൺ ഉണ്ട്. അതൊരു ഏകദേശം ഒരു സിറ്റി, ചെറിയൊരു സിറ്റി പോലെയാണ്. നമുക്ക് പാർട്ട് ടൈം അവിടെ അങ്ങനെ ഒരുപാട് കിട്ടുമെന്നല്ല, എന്നാലും നമുക്ക് അടുത്തൊരു സിറ്റി, ഒരു ചെറിയ സിറ്റി എന്ന് പറയാനായിട്ട് അങ്ങനെ ഒരു സ്ഥലമുണ്ട്. 1 hour ഒക്കെ ഡിസ്റ്റൻസ് ഉള്ള ഏരിയയിലോട്ട് പോയാൽ മതി. ഇപ്പൊ 2 hour ഒക്കെ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ നല്ല റെന്റ് കുറവായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഡെയിലി ഉള്ള ട്രാവൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഫുൾ ഡേ ക്ലാസ് ഉണ്ടാവില്ല. ഒരു ദിവസത്തിൽ 3 hour ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ക്ലാസ് ഉണ്ടാവും. അത് കോഴ്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ക്ലാസ് ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എനിക്കിപ്പോൾ 6 മണി വരെ ക്ലാസ് ഉണ്ട് ഈവനിങ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഒരു 7:30 7:45 ആവും. അപ്പോൾ കുറച്ചുകൂടെ ദൂരെയാണെങ്കിൽ നമുക്ക് വീട്ടിലെത്താനും ലേറ്റ് ആവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കാനും പഠിക്കാനൊക്കെ ബുദ്ധിമുട്ട്. അപ്പോൾ അക്കോമഡേഷൻ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും റെന്റിന്റെ കാര്യം നോക്കണം. അതേപോലെ തന്നെ നമ്മൾ കോളേജിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്തോരം ടൈം എടുക്കും എന്നുള്ളത് നമ്മൾ ആ ഒരു അക്കോമഡേഷൻ കൺഫേം ചെയ്യുന്നതിന് മുമ്പ് അതൊന്ന് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ അടുത്ത ഷോപ്സ് ഒക്കെ ഉണ്ടെന്ന് നോക്കി വെക്കുക. കാരണം ഇവിടെ ഞങ്ങൾ ലിഡിലിൽ നിന്നൊക്കെയാണ് സാധനങ്ങൾ വാങ്ങിക്കുക. ഇവിടെ നിന്ന് ഒരു 20 മിനിറ്റ് നടന്നാൽ നമുക്കൊരു ലിഡിലുണ്ട്. അവിടെ ഏകദേശം എല്ലാ സാധനങ്ങളും കിട്ടും. അവിടെ അങ്ങനെ ഒരു ഇതുണ്ട്. ഷോപ്സ് ഒക്കെ അടുത്തുള്ള സ്ഥലം നോക്കി. പിന്നെ എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യുന്ന അക്കോമഡേഷന്റെ അവിടെ ബസ് എപ്പോഴും അവൈലബിൾ ആണോ എന്നുള്ള കാര്യം നോക്കണം. നമുക്കിപ്പോ ഇവിടുന്ന് ഒരു നൈറ്റ് ഒരു ടൈം കഴിഞ്ഞാൽ എവിടേക്ക് ബസ്സില്ല. അതൊരു ഇഷ്യൂ. അപ്പൊ ബസ് റൂട്ടൊക്കെ എപ്പോഴും ഉള്ള അക്കോമഡേഷൻ നോക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ കുറെ പേര് അയർലൻഡിലോട്ട് വരാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഞങ്ങൾക്ക് എത്ര അവർ ക്ലാസ് ഉണ്ട് ഒരു ഡേ, അല്ലെങ്കിൽ എത്ര ദിവസം ക്ലാസ് ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഫിനാൻസുകാർക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ആഴ്ചയിൽ 4 ദിവസം ക്ലാസ് ഉണ്ട്. ഒരാഴ്ച മാത്രം അവധിയുള്ളൂ. ഒരു ദിവസം ഓൺലൈനായിട്ട് ക്ലാസ് ഉണ്ട്. പിന്നെ വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട്. 2 ദിവസം വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട്. ഒരു ദിവസം ഉച്ച വരെയാണ് ക്ലാസ്. ഒരുപാട് പഠിക്കാനുണ്ട്. ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് ആണെങ്കിൽ കുറേ പഠിക്കാനുണ്ട്. അത്യാവശ്യം പാടുണ്ട്. ACC എക്സാംഷൻ ഉള്ളതുകൊണ്ട് അതിൻ്റെതായ ഒരു പാട് ആ ഒരു കോഴ്സിനുണ്ട്. എന്ന് വെച്ചാൽ അത്ര ടഫാന്നല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഗ്രിഫിത്ത് കോളേജിലൊരു നല്ല കോഴ്സ് എന്ന് പറയാനാണെങ്കിൽ ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് ഒരു നല്ല കോഴ്സാണ്. ആ ഒരു ഏരിയയിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നല്ലൊരു കോഴ്സാണ്. പിന്നെ ഗ്രിഫിത്ത് കോളേജ് നല്ല സ്ട്രിക്റ്റും ആണ്. ഞാൻ MSc പ്രൊക്യൂർമെന്റ് ആൻഡ് സപ്ലൈ ചെയ്യാനാണ്. എനിക്ക് മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ആണ് ക്ലാസ്. 3 ദിവസം ആഴ്ചയിൽ 3 ദിവസം ക്ലാസ് ഉള്ളൂ. 2 ദിവസം 6 മണി വരെ ക്ലാസ് ഉണ്ട്. ഒരു ദിവസം എനിക്ക് ഓൺലൈനാണ്. ഞാൻ ഇപ്പം 6 മണിക്ക് ക്ലാസ് തീരണമെങ്കിൽ ഞാനൊരു 8 മണിക്ക് ആവും വീട്ടിലെത്താനായിട്ട് നൈറ്റ്. പിന്നെ ഫാർമസ്യൂട്ടിക്കലിന് ഏകദേശം പ്രൊക്യൂർമെന്റിന്റെ പോലെ തന്നെ 4 ദിവസം ക്ലാസ് ഉണ്ട്. 4 ദിവസം ക്ലാസ് ഉണ്ട്. ഓൺലൈനും ഉണ്ട് ഓഫ്ലൈനും ഉണ്ട്. ഒരു ഡേ എനിക്ക് തോന്നുന്നു 3 hours ആണ് അവന് ക്ലാസ് ഉള്ളത്. അപ്പോൾ ക്ലാസ്സിൻ്റെ ടൈമൊക്കെ നോക്കിയിട്ട് ബസ് റൂട്ടൊക്കെ ഉള്ള ഇതിൽ നോക്കി നിങ്ങൾ അക്കോമഡേഷൻ എടുക്കുക. പിന്നെ ഒരാൾ ബാച്ചിലേഴ്സ് ആണ്. നമ്മുടെ മാസ്റ്റേഴ്സ് ആയിട്ട് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അവന് ആഴ്ചയിൽ 5 ദിവസം ക്ലാസ് ഉണ്ട്. ഫുൾ അസൈൻമെന്റ് ആണ്. പരീക്ഷയാണ്. അസൈൻമെന്റും പ്രസന്റേഷനും എക്സാംസ് ഒക്കെ ഉണ്ട്. എനിക്കൊരു സബ്ജക്റ്റിന് മാത്രമേ എക്സാം ഉള്ളൂ. ബാക്കി എല്ലാ സബ്ജക്റ്റിനും അസൈൻമെന്റ്സ് ആണ്. ഇവർക്ക് അസൈൻമെന്റ്സ് ഇല്ല. ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ്ങിന് അസൈൻമെന്റ് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അവർ അതിനെ ഒരു ക്ലാസ് ടെസ്റ്റ് രീതിയിലാണ് എക്സാം പോലെയാണ് നടത്തുന്നത്. ഇവർക്കൊക്കെ ഫുൾ അസൈൻമെന്റ് ആണ്. ഞങ്ങൾക്ക് പക്ഷെ ഫുൾ എക്സാം ആണ്. ക്ലാസ് ടെസ്റ്റ് ആണ്. പക്ഷെ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. മെയിൻ എക്സാമിന്റെ ആ ഒരു ഇതായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ക്ലാസ് ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ ഫിനാൻസിന് അങ്ങനെ അസൈൻമെന്റ് അടുത്ത സെമ്മിൽ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. കറക്റ്റ് ആയിട്ട് എനിക്കറിയില്ല. ഇപ്പോൾ ഫസ്റ്റ് സെമ്മിൽ ഫുൾ എക്സാം ആണ്. ബാക്കി ഫാർമസ്യൂട്ടിക്കലിനാണെങ്കിലും പ്രൊക്യൂർമെന്റ്
അവർക്ക് കൂടുതൽ അസൈൻമെന്റ് ആണ്, എപ്പോഴും അസൈൻമെന്റ് ആണ്. അടുത്ത വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ വന്ന് ഫസ്റ്റ് മന്ത് തന്നെ പാർട്ട് ടൈം കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കരുത്. കാരണം ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്ന ഓഫ് സീസണിലാണ്. അപ്പം പാർട്ട് ടൈം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഏപ്രിൽ ഞങ്ങളുടെ കൂടെ ഒരു സെപ്റ്റംബർ ഇൻടേക്കിലെ ഒരു സ്റ്റുഡന്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആൾക്ക് ഓൾറെഡി ടെമ്പററി ആയിട്ട് ഒരു പാർട്ട് ടൈം ഉണ്ടായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞു, അതിന്റെ കോൺട്രാക്ട് കഴിഞ്ഞു. ഇപ്പൊ പുള്ളിയും പാർട്ട് ടൈം അന്വേഷിച്ചുകൊണ്ട് നടക്കാണ്. ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് പാർട്ട് ടൈം കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ് മന്തൊക്കെ ആവും നമുക്ക് പാർട്ട് ടൈം കിട്ടി ഒന്ന് ഓക്കെ ആവാനായിട്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് 3 മന്ത്സിനുള്ള എക്സ്പെൻസ് നാട്ടിൽ സെറ്റ് ചെയ്തിട്ട് വരിക. കാരണം നമുക്ക് ഒരു 3 മാസം എടുക്കും എങ്ങനെ പോയാലും പാർട്ട് ടൈം കിട്ടാനായിട്ട്. അപ്പം നമുക്ക് ഇവിടെ വന്ന ആദ്യ സമയത്ത് അത്യാവശ്യം ചിലവുണ്ട്. കാരണം നല്ല രീതിയിൽ ചിലവുണ്ടാവും. കാരണം കുറേ നമ്മൾ കുറച്ച് പാത്രങ്ങളും സ്പൈസസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കൊണ്ടുപോകുള്ളൂ. ബാക്കി നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കണം. പിന്നെ അല്ലാണ്ട് തന്നെ നമുക്ക് ഇവിടെ കുറേ കാർഡുകളുണ്ട്, അതൊക്കെ എടുക്കാനായിട്ട് നമുക്ക് എമൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ 3 മന്ത് എക്സ്പെൻസിനുള്ളത് എന്തായാലും കയ്യിൽ പിടിച്ചിട്ട് വരിക. നാട്ടിൽ നിന്ന് നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ഒരു ഫോറക്സ് കാർഡ് എന്തായാലും എടുക്കണം. ഞങ്ങള് മെജോറിറ്റി യൂണിമണി നിന്നാണ് കാർഡ് എടുത്തേക്കണേ. അപ്പം നിങ്ങൾക്ക് SBI എല്ലാ ബാങ്കിൽ നിന്നും ഫോറക്സ് കാർഡ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു ഫോറക്സ് കാർഡ് എടുത്തിട്ട് വരിക. കാരണം നമുക്കിവിടെ ഫുൾ ടാപ്പ് ചെയ്ത് ഉള്ള പരിപാടികളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു കാർഡ് ആവശ്യമാണ്. ഇത്രയും എമൗണ്ട് കൈ പിടിച്ചുകൊണ്ട് വരാനുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് കാർഡിലാണ് എപ്പോഴും, കാർഡിൽ ക്യാഷ് വെക്കണേയാണ്. ഓൺലൈൻ പേയ്മെന്റ് ഒക്കെ വരുമ്പോൾ കാർഡിൽ എമൗണ്ട് ഇട്ടിട്ട് വരണമായിരിക്കും ബെറ്റർ. അപ്പൊ 3 മാസത്തെ എമൗണ്ട് ഒന്നെങ്കിൽ നമ്മൾ കാർഡിലോട്ട് ആക്കുക, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പറഞ്ഞ അവര് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്കിപ്പോ യൂണിമണിയിൽ നിന്നാണ് കാർഡ് എടുത്തേക്കണമെങ്കിൽ യൂണിമണിക്ക് നമുക്ക് പൈസ അയച്ചു കൊടുത്ത് അവര് ചെയ്ത് കഴിഞ്ഞാൽ അവര് ടോപ്പ് ചെയ്ത് തരും. 1 ഡേക്കുള്ളിൽ നമുക്ക് ടോപ്പ് ചെയ്ത് തരും. നമുക്കത് യൂസ് ആ കാർഡ് വെച്ചിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനും ടാപ്പ് ചെയ്യാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അടുത്തത് പറയാനുള്ളത്, നമുക്ക് ഇവിടെ വരുമ്പോ തന്നെ നമുക്ക് സിം എടുക്കണം, അത്യാവശ്യമാണ്. കാരണം നമുക്ക് ഇവിടെ എന്തിനും നമ്മുടെ നമ്പറൊക്കെ കൊടുക്കണം. ഇപ്പം എയർലൈൻ നമ്പർ തന്നെ കൊടുക്കണം. അപ്പം നമ്മൾ സിം എടുക്കണം. ഞങ്ങളിവിടെ വോഡഫോണിന്റെ സിമ്മാണ് എടുത്തേക്കുന്നത്. ഞങ്ങൾ നിൽക്കണോടത്ത് വോഡഫോണാണ് റേഞ്ച് കൂടുതൽ. കാരണം ഓൺലൈൻ ക്ലാസ് ഒക്കെ വന്നോണ്ട് നമുക്ക് അത്യാവശ്യം നെറ്റ് വേണം. വോഡഫോൺ എനിക്ക് തോന്നുന്നു മാസം 20 euro ആണ് റീചാർജ് തന്നെ. അൺലിമിറ്റഡ് ഉണ്ട് ഡേറ്റ. അതുകൊണ്ട് ഞങ്ങൾ വൈഫൈ ചാർജ് ചെയ്തിട്ടില്ല. ഇവിടെ വൈഫൈ ഉണ്ട്, ഞങ്ങൾ യൂസ് ചെയ്യാറില്ല. കാരണം അൺലിമിറ്റഡ് നെറ്റ് നമുക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമുക്ക് വൈഫൈ ചാർജ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ ഇവിടെ പല സിം ഉണ്ട് കേട്ടോ. വോഡഫോൺ ഉണ്ട്, ടെസ്കോ ഉണ്ട്, കുറെ സിം ഉണ്ട്. വോഡഫോൺ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആവും മറ്റേ സിമ്മിനെ വെച്ച് നോക്കുമ്പോ. ബാക്കിയുള്ള സിം എനിക്ക് തോന്നുന്നു 10 euro 15 euro ഒക്കെയാണ് ചാർജ് ചെയ്യാൻ വന്നോളൂ. ഞങ്ങൾക്ക് 20 euros ആണ്. കാരണം റേഞ്ചിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് വോഡഫോൺ എടുത്തിരിക്കണേ. അപ്പോൾ വരുമ്പോൾ തന്നെ എല്ലാവരും സിം എടുക്കുക. സിം എടുക്കാനായിട്ട് നമുക്ക് ഇവിടെ ഷോപ്പിംഗ് മോളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ സിമ്മൊക്കെ നമുക്ക് എവിടെ പോയാലും എടുക്കാൻ പറ്റും. അപ്പൊ വരുമ്പോ തന്നെ ആ സിം എടുക്കണ കാര്യം പറയാം. എടുക്കണം, എന്താണെങ്കിലും വരുമ്പോൾ തന്നെ സിം എടുക്കാം. കാരണം നമുക്ക് വീട്ടിലേക്കൊക്കെ വിളിക്കാനുള്ളതാണ്. അപ്പോൾ സിം അത്യാവശ്യമാണ്. ഇവിടെ അക്കൗണ്ട് നമുക്ക് 2 രീതിയിൽ എടുക്കാം. നമുക്ക് അവിടെ പോയിട്ടും എടുക്കാം, നമുക്ക് ഓൺലൈനായിട്ടും എടുക്കാം. ഓൺലൈനായിട്ടാണ് ഞങ്ങൾ എടുത്തത്. AB ബാങ്കിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അവർ നമ്മളെ വിളിച്ചുകൊണ്ട് നമ്മുടെ ഡീറ്റെയിൽസ് ചോദിക്കും. പാസ്പോർട്ടൊക്കെ കാണിച്ചു കൊടുത്ത് നമുക്ക് അങ്ങനെ വീട്ടിലിരുന്നിട്ട് തന്നെ നമുക്ക് അക്കൗണ്ട് എടുക്കാവുന്നുള്ളൂ. അത് കഴിയുമ്പോൾ അവർ കാർഡും നമ്മുടെ പിൻ നമ്പറും എല്ലാ സംഭവങ്ങളും നമുക്ക് പോസ്റ്റ് വഴി അയച്ചു തരികയാണ്. എല്ലാം ഒറ്റയടിക്കല്ല, പല പല ഡേയ്സിലായിട്ട് അവര് അയച്ചു തരും. അതിനധികം ഡിലേ ഇല്ല. എന്നാലും വരുമ്പോൾ തന്നെ അപ്ലൈ ചെയ്യാം. എന്നാലാണ് കോളേജിൽ പെട്ടെന്ന് തന്നെ റെഡി ആവും. പക്ഷെ നമ്മൾ പെട്ടെന്ന് അപ്ലൈ ചെയ്താലാണ് പെട്ടെന്ന് തന്നെ റെഡി ആവും. അതുപോലെ ക്ലാസ് തുടങ്ങുന്നതിന് ഒരു 1 week മുന്നേ എത്താൻ നോക്കുക. എന്നാലാണ് നമുക്ക് കാർഡുകളൊക്കെ എടുത്തിട്ട് പോകാൻ പറ്റുള്ളൂ. ഞങ്ങൾ പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒന്ന് സെറ്റിൽ ആവണം. അപ്പൊ എങ്ങനെ പോലും ഒരാഴ്ച മുമ്പ് വരണായിരിക്കും എപ്പോഴും നമുക്ക് ബെറ്റർ ആയിട്ട് വരിക. പിന്നെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറെ കാർഡുകളുടെ ആവശ്യമുണ്ട്. ഇവിടെ ഫുൾ കാർഡിന്റെ കളിയാണ്. നമ്മള് PPSN GNIB എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാർഡുകളൊക്കെ ഉണ്ട്. നമുക്കിവിടെ അയർലൻഡിൽ നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ പാർട്ട് ടൈം ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് PPSN GNIB കാർഡുകൾ, നമ്മുടെ ആധാർ കാർഡ്, പാൻ കാർഡ് ഒക്കെ പോലെ ഇവിടെ പാർട്ട് ടൈം ലീഗലി ചെയ്യണമെങ്കിൽ നമുക്ക് ഈ 2 കാർഡ് വേണം. ഈ 2 കാർഡ് ഉണ്ടെങ്കിലാണ് നമുക്ക് ജോലി തന്നെ കിട്ടുള്ളൂ. ഇതിന്റെ നമ്പർ അവർ ചോദിക്കും അപ്ലൈ ചെയ്യാൻ നേരത്തെ കിട്ടുമ്പോൾ ഇന്റർവ്യൂവിനൊക്കെ വിളിക്കുമ്പോൾ അവർ നമ്പർ ചോദിക്കും. ആ നമ്പർ ഉണ്ടെങ്കിലാണ് ലീഗലായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പൊ അയർലൻഡിലോട്ട് പറഞ്ഞില്ല, മൊത്തത്തില് റഷ് കൂടുതലായോണ്ട് അപ്പോയിന്റ്മെന്റ് കിട്ടാൻ നല്ല ഡിലേ ഉണ്ട്. ഇപ്പൊ ജനുവരിയിൽ വന്നാലും ഏപ്രിലൊക്കെയാണ് ചിലപ്പോ മിക്ക സ്റ്റുഡൻസിനും അപ്പോയിന്റ്മെന്റ് കിട്ടിയാണ്. അപ്പൊ വരുമ്പോ തന്നെ നിങ്ങൾ PPSN GNIBക്ക് അപ്ലൈ ചെയ്യാം. അത് ലിങ്ക് വഴി അപ്ലൈ ചെയ്യണേ.
ലിങ്ക് ഇട്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇൻഫർമേഷനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ ഒരു അപ്പോയിൻമെൻറ്റ് ഡേറ്റ് തരും. അതിന് നമ്മൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് പാസ്പോർട്ടൊക്കെ ആയിട്ട് അവിടെ ചെല്ലുക. പിന്നെ ഒരു തവണ അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ അത് മൈൻഡ് ചെയ്യാണ്ടിരിക്കരുത്. ഒരു ഡേറ്റ് കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ആ ഡേറ്റ് തന്നെ നോക്കിക്കൊണ്ടിരിക്കരുത്, ഇടയ്ക്ക് റീഷെഡ്യൂൾ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് അതിന് മുന്നേ ഡേറ്റ് അവൈലബിലിറ്റി ആരെങ്കിലും ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റിന്റെ അവൈലബിലിറ്റി നമുക്ക് അതിനകത്ത് നമുക്ക് കയറാൻ പറ്റും. നമുക്ക് സൈറ്റിൽ കയറി നോക്കി ആരെങ്കിലും ഒക്കെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഓപ്ഷൻ കാണിക്കും. അപ്പൊ നമുക്ക് റീഷെഡ്യൂൾ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ ഞങ്ങൾക്കൊക്കെ അങ്ങനെ റീഷെഡ്യൂൾ ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര നേരത്തില്ല, ഞങ്ങൾക്ക് ആദ്യം ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടിയായിരുന്നു. ഞങ്ങളുടെ അശ്രദ്ധ പോലും അത് ഞങ്ങൾ ചെന്നപ്പോൾ ലേറ്റ് ആയിപ്പോയി, അങ്ങനെ അത് ക്യാൻസൽ ആയി, 10 മിനിറ്റ്സ് ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. അങ്ങനത്തെ ഒരു അബദ്ധമൊന്നും ദൈവത്തോർത്ത് ആരും കാണിക്കരുത്. കാരണം GNIB ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ ഇങ്ങനെ എത്ര കെയർലെസ് ആയിട്ട് നമ്മൾ അതിനെ കാണാൻ പറ്റില്ല. ഞങ്ങൾ അതിന് അങ്ങനെ കെയർലെസ് ആയിട്ട് കണ്ടുകൊണ്ട് ഞങ്ങളുടെ അപ്പോയിന്റ്മെന്റ് മിസ്സായത്. ഇവിടെ എല്ലാം കറക്റ്റ് ടൈമിൽ, ഇവിടെ ആരെങ്കിലും നമ്മുടെ വീട്ടിലോട്ട് വന്നെങ്കിൽ പോലും അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടേ വരുള്ളൂ. അപ്പോൾ നമ്മൾ അപ്പോയിൻമെൻറ്റിന് കറക്റ്റ് ടൈമിൽ എത്തുക. അവിടെ കുറച്ച് എനിക്ക് തോന്നുന്നു ഞങ്ങൾ GNIBക്കൊക്കെ പോയപ്പോൾ ഒരു 15 മിനിറ്റ്സ് മുന്നേ ഞാൻ ചെന്നത്. പക്ഷെ എന്നെ കയറ്റി. അപ്പോൾ മുന്നേ ഒരിക്കലും ലേറ്റ് ആയിട്ട് ചെല്ലരുത്. GNIB എന്ന് വെച്ചാൽ അയർലൻഡ് പെർമിറ്റ് റെസിഡൻസി കാർഡ് അവർ ഇഷ്യൂ ചെയ്യണതാണ്. അത് നമുക്ക് ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ഒരു 3 മന്ത് വിസ കിട്ടി. ഞങ്ങൾക്ക് ഏപ്രിൽ വരെയാണ് വിസ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലീഗലി നിൽക്കാൻ പാടില്ല. നമ്മൾ ഇവിടെ വന്നിട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം നമ്മുടെ വിസ. അത് GNIB എന്ന് പറയുന്ന സംഭവം. ആ GNIBക്ക് നമുക്ക് 300 യൂറോ ചെലവുണ്ട്. അതാണ് പറഞ്ഞത്. വരുമ്പോൾ 3 മാസത്തേക്കുള്ള എക്സ്പെൻസും ഉള്ള പൈസയും പിന്നെ നമുക്ക് വരുമ്പോൾ തന്നെ ചെലവിനുള്ള ഇതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ ഉള്ള പൈസ കാർഡിൽ ഇട്ടിട്ട് വരിക. കാരണം നമ്മൾ GNIBക്കൊക്കെ പോകുമ്പോൾ കാർഡ് ടാപ്പ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അതിനൊരു 300 യൂറോ നമുക്ക് എക്സ്പെൻസ് വരുന്നുണ്ട്. വേറൊരു കാർഡാണ് PPS എന്ന് പറയുന്നത്. അതും ഇങ്ങനെ പാർട്ട് ടൈം ചെയ്യാൻ ആവശ്യമുള്ളതാണ്. അതും ഇങ്ങനെ ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതും നേരത്തെ തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക, ലേറ്റ് ആവാണ്ട്. ഇതേപോലെ PPSന് ഫീസ് ഇല്ല. GNIBക്ക് 300 എന്ന് വെച്ചാൽ വിസ എക്സ്റ്റെൻഡ് ചെയ്യണം. 1 ഇയർ ആണ് നമുക്ക് അടിച്ചിട്ട്. ചിലർക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ 1.5 വർഷമൊക്കെ കിട്ടും. നമുക്ക് എല്ലാവർക്കും 1 ഇയറിലായിട്ടാണ് കിട്ടിയേക്കണേ. PPSന് അങ്ങനെ എമൗണ്ട് ഒന്നും വന്നില്ല. പക്ഷെ രണ്ടും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക. പിന്നെ വേറെ കാര്യമാണ് ലീവ് കാർഡ്. ഇവിടെ നമ്മൾ ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കാർഡ് ടാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ നമ്മൾ ഒരു ATM കാർഡ് പോലത്തെ ഒരു കാർഡ് അതിലേക്ക് നമ്മൾ ചാർജ് ചെയ്യണം, പൈസ കയറ്റിയിടണം, അത് ടാപ്പ് ചെയ്യുക. ഇപ്പോൾ ഞങ്ങൾക്ക് സ്റ്റുഡൻറ്റ് ലീവ് കാർഡാണ് ഞങ്ങൾ ഇപ്പോൾ എടുത്തേക്കണേ. അതിൽ 1 യൂറോ ഞങ്ങൾക്ക് കോളേജിലോട്ട് പോകുമ്പോൾ 1 യൂറോ പോവും. നമുക്ക് അതിന്റെ രീതി എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് 1 അവറിൽ എങ്ങനെ പോയാലും എത്ര ബസ് കയറിയാലും നമുക്ക് 1 യൂറോ ആണ് ചെലവ് വരുള്ളൂ. ഒരു 1 അവറിലായിട്ട് കേട്ടോ. 1 അവർ അങ്ങനെ ലിമിറ്റ് ഉണ്ട്. 1 അവറിൽ 1 യൂറോ ആണ് പോവുള്ളൂ. പിന്നെ നമുക്ക് ഇവിടെ വരുമ്പോ തന്നെ ഈ ലീവ് കാർഡ് ആണെങ്കിൽ നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്താലാണ് നമുക്ക് കിട്ടുള്ളൂ. 1 വീക്ക് താമസമുണ്ട് സ്റ്റുഡന്റ് ലീവ് കാർഡ് കിട്ടാനായിട്ട്. അപ്പൊ നമ്മൾ ആദ്യം അഡൽട്ട് ലീവ് കാർഡ് അതും ഫുള്ള് ഞങ്ങൾ മൊത്തത്തിൽ ഭയങ്കര കെയർലെസ് ആയിരുന്നു. ഞങ്ങള് ലീവ് കാർഡ് അപ്ലൈ ചെയ്യാനും എല്ലാത്തിനും ഭയങ്കര ലേറ്റ് ആയി. അപ്പൊ ഞങ്ങൾക്ക് യങ് അഡൽട്ട് കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡ് കിട്ടും. അത് ഇവിടെ സ്പാറിൽ എല്ലായിടത്തും കിട്ടും. അതെല്ലാ ഷോപ്സിലും കിട്ടും. അത് 15 യൂറോ കൊടുത്താൽ നമുക്ക് 10 യൂറോ കാർഡിനും 5 യൂറോ നമുക്ക് അതിനകത്ത് ടാപ്പ് ചെയ്ത് കയറ്റുകയും ചെയ്യും. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ 2 യൂറോസ് വെച്ച് പോകും. അപ്പൊ നമുക്ക് നഷ്ടമാണ്. ഇവിടെ നമുക്ക് 1 യൂറോയ്ക്ക് അതിൻ്റെതായ വിലയുണ്ട്. അപ്പോ ലീവ് കാർഡും എല്ലാം പെട്ടെന്ന് എടുക്കാൻ നോക്കുക. പിന്നെ ഈ GNIBക്കും PPSനും പോകാനായിട്ട് നമുക്ക് കോളേജിൽ നിന്ന് കുറച്ച് ലെറ്റേഴ്സ് വേണം. അതും ഇതേപോലെ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. ഗ്രിഫിത്തിലൊക്കെ അങ്ങനെയാണ്, ഓൺലൈനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ ബാങ്ക് അക്കൗണ്ട് എടുക്കണമെങ്കിൽ ബാങ്ക് ലെറ്റർ, അതുപോലെ തന്നെ വർക്ക് ലെറ്റർ, അങ്ങനെ ഇമിഗ്രേഷൻ ലെറ്റർ, അങ്ങനെ ജനറൽ വെരിഫിക്കേഷൻ ലെറ്റർ. ആ ജനറൽ വെരിഫിക്കേഷൻ ലെറ്റർ ആണ് നമ്മൾ GNIBക്ക് പോകുമ്പോൾ നമ്മുടെ അഡ്രസ് പ്രൂഫ് ആയിട്ട് കൊണ്ടുപോകണത്. അപ്പൊ അതൊക്കെ പ്രിന്റ് എടുക്കണമെങ്കിൽ പുറത്ത് പ്രിന്റ് എടുക്കണതിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ പ്രിന്റർ വേണം. നല്ല രീതിയിൽ പ്രിന്റ് ചെയ്യാൻ ഇവിടെ റേറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും ലാഭം കോളേജിന്റെ പ്രിന്റർ യൂസ് ചെയ്തിട്ട് കോളേജിൽ നിന്ന് തന്നെ പ്രിന്റ് എടുക്കുക എന്നുള്ളതാണ്. അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് നാട്ടിലെ പോലെ പ്രിന്റ് ചെയ്ത് തരാൻ ആരുമില്ല. നമ്മൾ തന്നെയാണ് ഇവിടെ പ്രിന്റ് എടുക്കേണ്ടത്. അത് നമുക്ക് ആദ്യം നമ്മൾ അവിടുത്തെ http.printing എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ അവിടുത്തെ പ്രിന്റിന്റെ ഇത് ചാർജ് ചെയ്യണം. നമ്മൾ എത്ര 2 യൂറോ 5 യൂറോ എന്നൊക്കെ പറഞ്ഞിട്ട് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ചാർജ് ചെയ്തിടുക. അത് അവിടെ കിടന്നോളും. നമുക്ക് എപ്പോഴെന്ന് വെച്ചാൽ അത്രയും എമൗണ്ടിന് പ്രിന്റ് എടുക്കാം. നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ തന്നെ പ്രിന്റ് എടുക്കാണ്. അതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം പുറത്ത് പ്രിന്റ് എടുക്കുന്നതിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്.
കോളേജുകളിൽ അത്ര റേറ്റ് ഇല്ല. എനിക്ക് തോന്നുന്നു 7 സെൻസോ 8 സെൻസ് എങ്ങാണ്ട് കോളേജിൽ നിന്ന് പ്രിന്റ് എടുക്കുമ്പോൾ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഒരു എന്താ ഇൻഫോർമേഷൻ എന്ന് പറയണത്. ബേസിക് ആയിട്ടുള്ള ഇനിയും കുറെ ഇൻഫോർമേഷൻസ് ഉണ്ട്. ഇപ്പൊ ബേസിക് ആയിട്ട് ഇത്രയാണ് അറിഞ്ഞിരിക്കേണ്ടത്. നമ്മള് എന്താ കെയർലെസ് ആവാണ്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയാണ് അധികം. കാരണം നമുക്ക് ടൈം എന്ന് പറഞ്ഞാൽ എന്താ പോയ സമയം നമുക്ക് തിരിച്ചിട്ടില്ല എന്ന് പറയുമല്ലോ. അപ്പൊ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിപ്പോ ഞങ്ങളാണെങ്കിലും നേരത്തെ അപ്ലൈ ചെയ്യായിരുന്നു എന്ന് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, ലേറ്റ് ആവാനുള്ളത് ലേറ്റ് ആയി. അപ്പോൾ ഇനി വരാൻ പോണ സ്റ്റുഡൻസ് ആണെങ്കിലും ഒട്ടും കെയർലെസ് ആവാണ്ടിരിക്കുക. എല്ലാം നോക്കിയും കണ്ടും കറക്റ്റായിട്ട് ചെയ്യുക. എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ളത് നാട്ടിൽ നിന്ന് തന്നെ അറിഞ്ഞ് ഇട്ട് വരിക. പിന്നെ ഡോക്യുമെന്റ്സ് ഒന്നും മിസ്സാവാണ്ട് എല്ലാം കറക്റ്റായിട്ട് എടുത്തിട്ട് വരിക. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇത് നെക്സ്റ്റ് ഞങ്ങളൊരു വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് നമുക്ക് വരുന്നതിന് മുന്നേ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കൊണ്ടുവരണം ഇങ്ങോട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ കുറച്ചുകൂടെ ഇൻഫർമേഷൻസ് ഇതിൻ്റെ ബാക്കിയായിട്ട് കുറച്ചുകൂടി ഉണ്ട്. അപ്പം അത് വരും ദിവസങ്ങളിൽ ഞങ്ങൾ ഇടുന്നതായിരിക്കും ആ വീഡിയോസ്. ഞങ്ങളുടെ ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു പോരായ്മ ഉണ്ടാവും. വന്നാലും ക്ഷമിക്കുക. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.